നമ്മളുടെ ഇവിടെ ഒരു പ്രശ്നം വെച്ചാൽ നമുക്ക് ഡെലിവറി 2 തരമാണല്ലോ, വജൈനൽ ഡെലിവറി, സിസേറിയൻ ഡെലിവറി. അപ്പോൾ വജൈനൽ ഡെലിവറി ആണെങ്കിൽ നമ്മുടെ ഒരു 5 ഡേയ്സ് നിങ്ങളുടെ കോഴ്സ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കഴിയുമ്പോഴാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോർമലി എല്ലാ മെഡിക്കേഷനും ഇൻറ്റേർണലി കൊടുക്കാൻ പറ്റും. പക്ഷേ സിസേറിയൻ ആണെങ്കിലും നമ്മൾ 7 ഡേയ്സ് നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ കിഴിയിടൽ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. സിസേറിയൻ ആണെങ്കിൽ 2 വീക്സ് എങ്കിലും വേണ്ടേ ഗ്യാപ്പ് നിങ്ങളുടെ ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുന്നേ? ഇന്റേണൽ മെഡിക്കേഷൻസ് ആന്റിബയോട്ടിക്സ് സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ നമ്മുടെ മെഡിസിൻ നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷെ ചിലപ്പോൾ ഈ ഇത് മസാജിങ് എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യണ്ട, പക്ഷെ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കും. അതാണ് പ്രശ്നം. അത് സിസേറിയൻ ഡെലിവറിയിൽ നമ്മൾ പ്രത്യേകം പറയും, മുറിവ് എക്സ്റ്റേണലി ഉള്ളിലുണ്ടാവും, പുറമേ മുറിവ് നന്നായിട്ട് ഹീലായി ഫുൾ ഹീലായിട്ട് ശേഷം മാത്രമേ നമ്മൾ എണ്ണ തേച്ച് കുളിക്കാവുള്ളൂ എന്ന് പറയും. അത് ഓരോരുത്തർക്കും ഡിഫറെന്റ് അല്ലേ. അപ്പൊ നമ്മൾ നോക്കണം, നോക്കിയിട്ട് മുറിവ് നന്നായിട്ട് എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഇതൊന്നും എനിക്കറിയില്ല. അതിൽ തന്നെ വേദവെള്ളത്തിൽ കുളിക്കും, എണ്ണ തേച്ച് കുളിയുണ്ട്, ചിലർ കിഴിയിടും. ഈ സിസേറിയൻ കഴിഞ്ഞവർക്ക് 45 ദിവസം കഴിയാതെ കിഴിയിടാൻ പാടില്ല. പക്ഷേ ഈ ആൾക്കാർക്ക് ഇത് മനസ്സിലാവത്തില്ല. അവർ ഈ പ്രസവം കഴിഞ്ഞ ഉടനെ ഇവർക്ക് കിഴിയെടുത്തിടണം. അതാണ് അങ്ങനെ ഒരു ചിന്ത ഉള്ളതാണ് ഭയങ്കര പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം. നമ്മൾ സിസേറിയൻ കഴിയുമ്പോൾ നമ്മുടെ നോർമലി ഉള്ളവരുടെ നീ പറഞ്ഞ പോലെ ഇൻവല്യൂഷൻ ബാക്ക് ടു നോർമൽ എന്നുള്ളത് കുറച്ച് ഏർലി ആവും, നോർമലി നടക്കും. പക്ഷെ സിസേറിയൻ കുറച്ച് താമസമില്ല. അപ്പോൾ ഒരു 45 ഡേയ്സ് കഴിയാതെ നമ്മൾ കിഴിയിടാൻ പാടില്ല. കാരണം പ്രോസസ് മെഡിസിൻ തുടങ്ങാം. അതെ ഇന്റേണൽ മെഡിക്കേഷൻ തുടങ്ങാം. ഈ പുറമേ ഉള്ള ഈ സംഭവങ്ങൾ കിഴി വേദവെള്ളത്തിലും കുളിക്കാം. വേദവെള്ളത്തിൽ കുളിക്കുന്നത് നല്ലതാണ്. വേദവെള്ളം എന്ന് പറയുന്നത് നമ്മൾ നാൽപ്പാമരപ്പെട്ട കുറച്ച് അതെന്ന് പറയുന്നത് ആന്റിസെപ്റ്റിക് ആണ്. അതായത് ഈ മുറിവ് ഉണങ്ങാനും നമ്മളുടെ സ്കിന്നിനകത്തുണ്ടായിട്ടുള്ള ആ ഒരു കളറൊക്കെ മാറാനും ഒക്കെ നല്ലതാണ്. എണ്ണ തേക്കുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ, എണ്ണ തേക്കുന്നത് നമുക്ക് മുറിവ് പുറമെ ഉണങ്ങിയതിന് ശേഷം സിസേറിയൻ ഡെലിവറി ആണെങ്കിൽ. അല്ലാതെ എണ്ണ ഇട്ടാൽ പ്രശ്നമുണ്ടെന്നല്ല, പക്ഷെ നമ്മൾക്കറിയാം വയറിങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ടാവും. അവിടെ ഇങ്ങനെ നമുക്ക് എയർ ഒന്നും കിട്ടില്ല, വെട്ടം കിട്ടില്ല, വായു കിട്ടില്ല. അപ്പോൾ അവിടെ എണ്ണയും കൂടി ഇരുന്ന് നമ്മൾ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തില്ലെങ്കിൽ അവിടെ ഫംഗസ് ഉണ്ടാവും, ചൊറിച്ചിലുണ്ടാവും, ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സിസേറിയൻ കഴിഞ്ഞിട്ടുള്ള നല്ല വയറുള്ളവർ മുറിവ് ഉണങ്ങിയിട്ടേ ഇത് ചെയ്യാവുള്ളൂ എന്ന് പറയാവുള്ളൂ. ഇതിന്റെ പുറകിൽ കുറെ മിസ്കോൺസെപ്ഷൻസ് ഉണ്ട്. കിഴി അങ്ങനെ തന്നെ 45 ദിവസം കഴിഞ്ഞിട്ട് സിസേറിയൻ ഡെലിവറി കഴിഞ്ഞവർ ചെയ്യാവുള്ളൂ. നിങ്ങൾക്ക് അപ്പം ഒരു സെറ്റ് റൂൾസ് ഉണ്ട്. അപ്പൊ ഇതൊരു ആക്ച്വലി ഇതൊരു ഒന്നും കൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അവയർനെസ് കുറച്ച് നല്ല കുറവാണ്. നമ്മൾ കൊടുക്കുന്നുണ്ട്, കുറച്ച് പേർക്കത് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇങ്ങനൊരു ചോദ്യം തിരിച്ചു ചോദിക്കുന്നത്, ഇത്രയും കാലം നമ്മൾ ചെയ്തിട്ട് നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് ചോദിക്കും. എക്സാക്ട്ലി. പക്ഷെ കുഴപ്പം ഉണ്ടാകുമ്പോഴോ അത് ചെയ്തിട്ടാണ് കുഴപ്പമുണ്ടായതെന്ന് പറയും. അതൊരു പ്രശ്നമാണ്. 10 പേർക്ക് ബെനിഫിറ്റഡ് ആയിട്ടുണ്ട്, ഒരാൾക്ക് മോശം അനുഭവം ആണെങ്കിൽ മോശമാണ്. നേരെ ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ബെനിഫിറ്റ് ഉണ്ട്. അതെ വേദവെള്ളം നല്ലതാണ്. ആക്ച്വലി വേദവെള്ളം കുളിക്കുന്നത് നമുക്ക് സ്കിന്നിന് നല്ലതാണ്. നമുക്ക് ഒരു ഉറക്കം കിട്ടും, ഒരു സമാധാനം കിട്ടും. അതിന്റെ ചൂടിന്റെ കാര്യത്തിൽ പ്രശ്നമാണെന്ന് മാത്രം. പിന്നെ ഈ കുളി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഈ നിങ്ങളിങ്ങനെ തുണി കൊണ്ട് ഇങ്ങനെ കെട്ടിയിടുന്നത് ഈ വയറൊക്കെ അത് എന്താ ഉദ്ദേശിക്കുന്നത് വയറ് കുറയാൻ വേണ്ടിയിട്ടാണ് ഈ മുറുക്കി കെട്ടുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ അതുകൊണ്ട് അങ്ങനെ വയറ് കുറയുന്നുണ്ടോ എന്നൊന്നും ഉറപ്പില്ല. നമ്മൾ ഇൻഷേപ്പ് ഇടില്ലേ, ആ ഒരു എഫക്റ്റ് തന്നെ. പക്ഷെ ഇങ്ങനെ മുറുക്കി കെട്ടുമ്പം നമുക്ക് ഗ്യാസ് ഫോം ചെയ്യുന്നത് കുറയുന്നതായിട്ട് പറയുന്നുണ്ട്. അതായത് ഒരു ഗ്യാസ് ഉണ്ടാവുന്നതും വയറിനൊരു സുഖവും തോന്നുന്നുണ്ടെന്ന് പറയും. ഇങ്ങനെ കെട്ടിവെക്കണം. അത് കെട്ടിവെക്കുന്നത് ഒരു ബുദ്ധിമുട്ടാക്കി മാറ്റരുതെന്നേ ഉള്ളൂ. കാരണം ഇങ്ങനെ വലിഞ്ഞു മുറുകി ശ്വാസം വിടാൻ പറ്റാതൊക്കെ കെട്ടിവെക്കും. അത് ഇട്ടിട്ട് ഉറങ്ങണോ? അങ്ങനെയാണോ? ശരിക്കും അത് നമുക്ക് അങ്ങനെ ഇല്ല. ഇതിങ്ങനെ ആൾക്കാരങ്ങ് ചെയ്യുന്നതാണ്. വയറ് കെട്ടിവെക്കുന്നത് കൊണ്ട് വയറ് കുറയാറില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ റെക്റ്റയില്ലേ, അങ്ങനെയുള്ള കണ്ടീഷനിൽ റെക്റ്റയിലാണെങ്കിൽ ഇങ്ങനെ കെട്ടിവെച്ചാൽ അത് ബെനിഫിഷ്യൽ ആണ്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു പണ്ടുള്ളവർക്ക് ഈ റെക്റ്റേ അങ്ങനെ അവർ കണ്ടിട്ടുണ്ടാവും. പ്രസന്റ് ഡെലിവറി കഴിഞ്ഞിട്ട് കുറെ നാൾ കഴിഞ്ഞിട്ടും വയറ് ഉള്ളിലേക്ക് പോകുന്നില്ല. അപ്പൊ അവർ തന്നെ അതിനൊരു സൊല്യൂഷൻ പോലെ കണ്ടുപിടിച്ചായിരിക്കും എല്ലാവരും കെട്ടുക എന്നുള്ളത്. എല്ലാവരും കെട്ടുമ്പോൾ ഒരു സപ്പോർട്ടാണല്ലോ, ആ ഒരു കണ്ടീഷനിൽ അതെ അത് കെട്ടുന്നത് ശരിക്കും നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഗ്യാസിന്റെ പ്രശ്നങ്ങളും പിന്നെ ഒരു വേദന, നമ്മൾ ഈ വയറ് തൂങ്ങിക്കിടക്കുമ്പോൾ നമുക്കൊരു വേദന ഉണ്ടല്ലോ, ആ വേദന കുറയും.
അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഉദ്ദേശിക്കുന്നത് മെയിൻ ആയിട്ട്. ഓക്കെ, ഓൾറൈറ്റ്. പിന്നെ ഇൻ കേസ് ഇവർക്ക് റെക്റ്റ ഉണ്ടെങ്കിൽ അതിനൊരു സപ്പോർട്ടാവും. അത് ഉണ്ടോ ഇല്ലയോ നമുക്ക് ഇപ്പോഴും അറിയാൻ പറ്റില്ലല്ലോ, കണ്ടീഷൻ ഉണ്ടോ ഇല്ലയോ എന്ന്. കുറച്ച് നാൾ കഴിഞ്ഞല്ലേ അറിയാൻ പറ്റും. എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ പോസ്റ്റ്മോർട്ടം സൈഡ് പേഷ്യൻസിന് സ്കാൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ ഇതുവരേക്കും? എന്തെങ്കിലും കുറച്ച് കേസുകൾ ഇങ്ങനെ ബ്ലീഡിങ് കൂടുതലായിട്ട് പിന്നെ ഒരു ചിൽസും ഫീവറും ഒക്കെ ആയിട്ട് വരാറുണ്ട്. അപ്പൊ ഇനി എന്തെങ്കിലും ഒരു റീറ്റെയിൻ ചെയ്തിട്ടുണ്ടോ എന്നൊരു സംശയത്തിൽ നമ്മൾ വിട്ടിട്ടുണ്ട്. പക്ഷെ കഴിവതും നമ്മളിങ്ങ് മോഡേൺ അവർ നോക്കിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ ആരാണോ അവരുടെ അടുക്കിലേക്ക് വിടുക. ഗൈനക്കോളജി നിങ്ങൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നത് ലൈക്ക് ബേബീസിനെ, ന്യൂ ബോൺ ബേബീസിനെ ലൈക്ക് നിങ്ങളുടെ പീഡിയാട്രീഷ്യനുമായിട്ട് എങ്ങനെയാണ് നിങ്ങൾ കൊളാബറേറ്റ് ചെയ്യുന്നത്? അവരുടെ ലൈക്ക് നിങ്ങളെ കാണാൻ വരാൻ എന്തായാലും 6 weeks വരും. അപ്പൊ ആ സമയത്ത് തന്നെ ബേബിക്ക് ഒരു ഫോളോ അപ്പ് നിങ്ങൾ പീഡിയാട്രീഷ്യൻസുമായിട്ടും വെക്കുവോ? എങ്ങനെയാണ്? ഇല്ല അങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ കേസ് ഷീറ്റ് നമ്മൾ എഴുതുക, അവർക്ക് പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുക എന്നുള്ളതാണ്. കമ്മ്യൂണിക്കേഷൻ വളരെ കുറവാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കമ്മ്യൂണിക്കേഷൻ, ഗൈനക്കോളജി അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഇവിടെ നമ്മളുടെ തന്നെ പീഡിയാട്രിക്സ് അങ്ങനെയാണെങ്കിൽ ആ സെക്ഷനിലോട്ട് നമുക്ക് കുഴപ്പമില്ല. മോഡേണിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ അപ്പം ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം മദേഴ്സ് ഇപ്പം വന്നിട്ട് ഇപ്പം ഓക്കെ ബേബി സക്ക് ചെയ്യുന്നില്ല, ബേബി പാല് കുടിക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് പാല് കുറവാണ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ എന്താ ചെയ്യുക? ബേബി സക്ക് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മളത് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. കാരണം എങ്ങനെയാണ് സക്ക് ചെയ്യിക്കേണ്ടതെന്നുള്ളത് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതിന് പ്രോപ്പർ വേ ഉണ്ടല്ലോ. അതിന് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് എന്തെങ്കിലും ലാക്ടേഷൻ എക്സ്പേർട്സ് ഉണ്ടോ? ഇല്ല, നമ്മൾ തന്നെയാണ് പറയാം. അതിനായിട്ട് ചിലപ്പം പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ അതിനായിട്ട് പ്രത്യേക ആൾക്കാരുണ്ടായി. ഞാൻ ഇപ്പോൾ ഗവൺമെൻറ് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ തന്നെയാണ് എല്ലാം പറഞ്ഞു കൊടുക്കുക. യോഗ പഠിപ്പിച്ചെടുക്കുന്നത് നമ്മൾ തന്നെ, എല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നത്. അപ്പോൾ സക്കീൻ്റെ എങ്ങനെയാണ് കുറച്ച് കുട്ടികൾക്കൊന്നും അറിയത്തില്ല ഇതെങ്ങനെയാണ്. അവരിങ്ങനെ ജസ്റ്റ് നിപ്പിൾ മാത്രം കുഞ്ഞിൻ്റെ വായിലേക്ക് വെച്ചെടുക്കും. അപ്പം മിൽക്ക് കിട്ടില്ല എന്നുള്ളത് അങ്ങനെയാണ്. മിൽക്ക് കുറവാന്നുള്ളതിനിപ്പോൾ എന്താ ഒരു പരിഹാരമായിട്ട്? അത് നമ്മൾ നോക്കും. മിൽക്ക് ചിലർ പറയും മിൽക്ക് ഉണ്ടെന്ന്. നമ്മൾ ചോദിക്കും പാലുണ്ടോ എന്ന് ചോദിക്കും, പാലുണ്ടെന്ന് പറയും. അപ്പോൾ വന്നിട്ട് എത്ര നേരമായി? 2 മണിക്കൂറായി ഫീഡ് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എക്സ്പ്രസ് ചെയ്ത് നോക്കുമ്പോൾ കാണത്തില്ല, 1-2 ഡ്രോപ്പ് ആയിരിക്കും വരുന്നത്. അന്നേരവും പറയും എനിക്ക് ഉണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ ഈ 2 ഡ്രോപ്പ് വെച്ചിട്ടാണ് അവർ പറയുന്നത് എനിക്ക് പാലുണ്ടെന്ന്. അപ്പോൾ അതൊരു നമ്മൾ ഇങ്ങനെയല്ല പാല് വരേണ്ടത്. പാല് നന്നായിട്ട് വരണമല്ലോ. 2 മണിക്കൂർ കുട്ടിക്ക് പാല് കൊടുക്കാതിരുന്നിട്ട് പിന്നെ നമ്മൾ അവർക്കും അറിയില്ല കമ്പാരിസൺ സ്റ്റഡി നടത്താൻ. മുമ്പേ എക്സ്പീരിയൻസ് ഇല്ല, ന്യൂ മദേഴ്സ് നോക്കുമ്പോൾ കുട്ടി സക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവര് വിചാരിക്കുന്ന കുട്ടി ഇങ്ങനെ പാല് കിട്ടിക്കൊണ്ടേ ഇരിക്കുകയെന്നാണ്. അപ്പൊ നമ്മളിങ്ങനെ പറയും വെയിറ്റ് നോക്കുക, വെയിറ്റ് കുറയുന്നുണ്ടെങ്കിൽ കുട്ടിക്ക് പാല് കിട്ടുന്നില്ല, കുട്ടി കരഞ്ഞോണ്ടേ ഇരിക്കുക, ഉറങ്ങാതെ കരഞ്ഞോണ്ടിരിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ പാലില്ല, ഉറങ്ങുന്നില്ല, മൂത്രം കറക്റ്റായിട്ട് പോകുന്നില്ല, മോശം പോകുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് കുറവാണെന്നുള്ളത് നോക്കുക. പിന്നെ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എക്സ്പ്രസ് ചെയ്ത് നോക്കുക. എക്സ്പ്രസ് ചെയ്യുമ്പം ഇതുപോലെ 2 ഡ്രോപ്പൊക്കെയാണ് വരുന്നുണ്ടെങ്കിൽ പാല് കുറവാണ്, അത് മനസ്സിലാക്കുക. പിന്നെ ഇപ്പം മാസ്റ്റൈറ്റിസ് പോലെയൊക്കെ കാണിക്കുവാണ്, ലൈക്ക് നല്ല പെയിന്, വാം പിങ്ക്, അങ്ങനെ ഇൻഫ്ലമേഷൻ ചേഞ്ചസ് എല്ലാം കാണിക്കുന്നുണ്ട്, ബ്രസ്റ്റ് ലാപ്സസ് പോലെ ആവുന്നുണ്ട് എന്ന രീതിയിലൊക്കെ വരുമ്പോഴത്തേക്ക് എന്താ ചെയ്യുക? ആപ്സസ് ആണെങ്കിൽ നമ്മൾ റെഫർ ചെയ്യാണ് ചെയ്യുക. അല്ലാതെ മസ്റ്റൈറ്റിസ് മാത്രമാണെങ്കിൽ നമുക്ക് ലേപനം ഉണ്ട്, എസ്റ്റേൻ ആപ്ലിക്കേഷൻ ഉണ്ട്, പിന്നെ കുറച്ച് തൈലങ്ങളൊക്കെ അപ്ലൈ ചെയ്യും, അത് ശരിയാവാറുണ്ട്, സബ്സൈഡ് ചെയ്യാറുണ്ട്, കൺസർവേറ്റീവ്ലി ഒരു മാനേജ് ഉണ്ട്. ആപ്സിസ് ആണെങ്കിൽ നമ്മൾ റെഫർ ചെയ്യാണ് ചെയ്യാറ്. അപ്പം എൻ്റെ ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ഈ തിളച്ച് വെള്ളം കോരി ഒഴിക്കണോ എന്നതാണ്. അത്ര ടെമ്പറേച്ചറിൻ്റെ ആവശ്യമുണ്ടോ? ബിക്കോസ് ദാറ്റ് ഈസ് കുറച്ചൊരു ഹ്യൂമൻലി അൺബെയറബിൾ സിറ്റുവേഷൻ ആണ്. അപ്പോൾ അതൊരു കാരണമാവാം കുറേ പേര് ഇത് ബാക്ക് ഔട്ട് ചെയ്യുന്നത്, ഇതിൻ്റെ ആവശ്യം എന്തിനാ, എനിക്കിത് വേണ്ട എന്ന് പറയാൻ. അപ്പം സത്യമാണ്, ഈ ഒരു തിളച്ച വെള്ളം കാരണം നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. പ്രസവം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്ക് ഭയങ്കര പേടിയാണ്, കുളിക്കാൻ പേടിയാണെന്ന് പറയുന്ന സ്ത്രീകളുണ്ട് ഈ തിളച്ച വെള്ളം പേടിച്ചിട്ട്. ശരിക്കും നമ്മൾ പറയുന്നത് സുഖോഷ്ണം എന്നാണ്. സുഖോഷ്ണം എന്ന് വെച്ചാൽ നമ്മളുടെ ശരീരത്തിന് സുഖം തോന്നുന്ന ഉഷ്ണത്തിലുള്ള വെള്ളം, അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതിപ്പോൾ ഓരോരുത്തർക്കും ഓരോ പോലെ, ചിലർക്ക് തണുത്ത വെള്ളം കുഴപ്പമില്ല, ചിലർക്ക് ചൂടുവെള്ളം കുഴപ്പമില്ലാത്തവരുണ്ട്. അപ്പം അത് ഓരോരുത്തരുടെ ചോദിച്ചിട്ട് വേണ്ടേ ചെയ്യാൻ, അവർക്ക് ഇഷ്ടമുള്ള, അവർക്ക് കംഫർട്ടബിൾ എന്ന് തോന്നുന്ന ഒരു ടെമ്പറേച്ചറിലാണ് ഒഴിക്കേണ്ടത്. പക്ഷെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയല്ല, ഭയങ്കര തിളച്ച വെള്ളം ദേഹത്തേക്ക് ഒഴിച്ച് ചിലർക്ക് പൊള്ളൽ വരെ ഉണ്ടാവാറുണ്ട്. അത് ആവശ്യമില്ല. ശരിക്കും വേദവെള്ളത്തിൽ നമുക്ക് സുഖോഷ്ണം, നമുക്ക് സ്ത്രീക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ ആയിട്ടുള്ള ലെവലിലുള്ള ടെമ്പറേച്ചർ അത്ര മാത്രം മതി. അല്ല, അപ്പോൾ എവിടെയും മിസ്കമ്മ്യൂണിക്കേഷൻ വന്നു. ഇതിപ്പോൾ എനിക്ക് വന്ന ആളും പറഞ്ഞത് തിളച്ച വെള്ളം ഒഴിച്ചാൽ എഫക്റ്റ് വരുമോ എന്നാണ്. അപ്പം
അതാണ് എനിക്ക് മനസ്സിലാവാത്തത്, അതിൻ്റെ ആവശ്യം എന്താന്ന്. ഈ എഫക്റ്റ് എന്നുള്ള വേർഡ് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്. ഈ എത്രയും കൂടുതൽ ചെയ്യുന്നു അത്രയും എഫക്റ്റ് കിട്ടുമെന്നുള്ളൊരു തെറ്റിദ്ധാരണ. നമ്മളുടെ ഈ ആയുർവേദ മെഡിസിനിലെ എല്ലാ കാര്യത്തിലും ആ ഒരു ചിന്തയുണ്ട്. എത്രത്തോളം അരിഷ്ടം കുടിക്കുന്നോ അത്രത്തോളം നല്ലതാണ്, എത്രത്തോളം ലേഹ്യം കഴിക്കുന്നോ അത്രത്തോളം നല്ലതാണ്, എത്രത്തോളം ചൂടുവെള്ളം ഒഴിക്കുന്നോ അത്രത്തോളം നല്ലതാണ്. അപ്പൊ ആ ഒരു പ്രശ്നം ഭയങ്കരമായിട്ട് ഈ എഫക്റ്റ് എന്നുള്ള വേർഡ് നമ്മളുടെ സയൻസിന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആൾക്കാരുടെ ഈ മനസ്സിലുള്ള ചിന്താഗതി. അപ്പോൾ ഈ ചൂടുവെള്ളത്തിൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചത്, വാട്ട് ഡു യു സജസ്റ്റ് ദാറ്റ് പോസ്റ്റ്മോർട്ടം മദർ അവരെവിടെയാണ് അപ്പോൾ പോകേണ്ടത് കറക്റ്റായിട്ടുള്ള സാധനം കിട്ടാൻ? കറക്റ്റായിട്ട് ഒരു ഗൈനക്കോളജി, ആയുർവേദ ഗൈനക്കോളജി സ്പെഷ്യലിസ്റ്റ്, നേരിട്ട് കണ്ടിട്ട് ഗൈനക്കോളജി സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ പോലും ഒരു ആയുർവേദ ഡോക്ടറെ അടുക്കൽ പോവാം, ഡോക്ടറെ കാണുക. ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ പ്രസവം കഴിഞ്ഞാൽ സ്ത്രീകളെ വീടിന് പുറത്തോട്ട് ഇറക്കില്ല, അവരെ യാത്ര ചെയ്യിപ്പിക്കില്ല, അവരെ നടത്തൂല, റൂമിന് പുറത്തിറക്കൂല. അപ്പം ഒരു ഡോക്ടറെ കാണാൻ വരാൻ നമ്മളിപ്പോൾ ഒ പിയിലോട്ട് അമ്മയും കുഞ്ഞിനെയും കൊണ്ടുവരാൻ പറഞ്ഞാൽ തന്നെ ഭയങ്കര പ്രശ്നമാണ് ആളുകൾക്ക്. പ്രസവിച്ച് കിടക്കുകയല്ലേ, പിന്നെ എങ്ങനെ കൊണ്ടുവരുന്നത്, നിങ്ങൾ മരുന്ന് പറഞ്ഞു തന്നാൽ മതി എന്ന് പറയും. അപ്പം നമ്മൾ പറയും അങ്ങനെയല്ല, നമുക്ക് അമ്മയെ കാണണം, അമ്മയുടെ അവസ്ഥ മനസ്സിലാക്കണം എന്ന് പറയുന്നത്. അന്നേരം അവർ പറയുന്നത് ഇപ്പൊ ഇക്കാലത്ത് നമ്മൾ ഫോണിൽ കൂടെയാണ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന കാലമാണ് എന്ന് പറയും. അപ്പം നമ്മൾ പറയും വിളിച്ചതാ, പക്ഷെ എന്നാൽ പോലും വിളിച്ചു നിന്നാൽ പോലും നമുക്ക് ഈ പോസ്റ്റ്മോർട്ടം ബ്ലൂസ്, ഒരു സൈക്കോളജിക്കൽ സ്റ്റാറ്റസ് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഒരു നേരിട്ട് സംസാരിക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ അല്ലേ? എപ്പോഴും അത് തന്നെയാണ് നല്ലത്. പേഷ്യൻറ്റ് നേരിട്ട് കണ്ട് സംസാരിച്ച് മരുന്ന് കൊടുക്കുന്നതന്നെ, അത് ആളുകൾ കുറച്ചുകൂടെ മനസ്സിലാക്കുക. അപ്പോൾ നേരിട്ട് വന്ന് കണ്ട് നിങ്ങൾ പേഷ്യനെ കണ്ടിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാ പ്രാവശ്യം ഹോസ്പിറ്റലിൽ വരണോ അതോ ആരെങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വന്ന് ചെയ്തു തരുമോ, അതെങ്ങനെയാണ് എൻ്റെ പ്രോസസ്സ്? അത് നമ്മൾ ഒരു 1 മന്തിലേക്കായിരിക്കും മെഡിസിൻ കൊടുക്കുക. ഈ ഒരു ഒരു പേഷ്യൻറ്റിനെ കണ്ടു, അവരുമായിട്ട് സംസാരിച്ചു, അപ്പോൾ നമുക്ക് അവരുടെ കാര്യങ്ങൾ മനസ്സിലായി, ഇവർക്ക് ഇത്രയാണ്, ഈ രീതിയിലാണ് ഇവർക്ക് മുന്നോട്ട് പോകേണ്ടതെന്ന് ഒരു ഐഡിയ നമുക്ക് കിട്ടും. അപ്പോൾ ആ മെഡിക്കേഷൻസ് നമ്മൾ 1 by 1 ആയിട്ട് ഒന്ന് തീരുമ്പോൾ അടുത്തത് കഴിച്ചു തുടങ്ങുക, അങ്ങനെയാണ് തുടങ്ങുക. ഒരു ടൈമിൽ ഒരു മെഡിസിനാണ് കഴിക്കാനുള്ളത്. അപ്പം അത് തീർന്ന് കഴിയുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഒരു 1 month ആവും. അപ്പം നമ്മൾ 30 ദിവസം കഴിഞ്ഞിട്ടാണ് ലേഹ്യം കഴിച്ചു തുടങ്ങേണ്ടത്. ആൾക്കാർ അങ്ങനെയല്ല ചെയ്യുന്നതെങ്കിൽ പോലും നമ്മൾ 30 days കഴിഞ്ഞിട്ടാണ് ലേഹ്യം കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു 30 ദിവസത്തിനുള്ളിൽ ഇൻ കേസ് അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് വരാം, അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞിട്ട് ഈ മരുന്ന് തീർന്നിട്ട് അടുത്ത കോഴ്സിന് വരിക. 1 മാസം കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ചിലർക്ക് ബ്രസ്റ്റ് മിൽക്ക് കുറയുക, അല്ലെങ്കിൽ ചിലർക്ക് ഉറക്കക്കുറവ് ഉണ്ടാവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുക. അപ്പോൾ അതെല്ലാം വന്ന് പറയുക, മരുന്ന് വാങ്ങുക. അതാണ് ചെയ്യാനുള്ളതാണ് കറക്റ്റ് മെത്തേഡ്, കറക്റ്റ് വേ. അതെ, ഓക്കെ, അങ്ങനെയാണ്. പക്ഷെ ആരും ചെയ്യുന്നില്ല നടക്കുന്നത്. അത് അമ്മാവനോ അയലത്ത് വീട്ടിലെ പയ്യനോ ഒക്കെയാണ് നമ്മൾക്ക് മരുന്ന് വാങ്ങാൻ വരുന്നത്. അതാണ് പ്രശ്നം. അങ്ങനെ ആരെങ്കിലും വരുമ്പോൾ നിങ്ങൾ അങ്ങനെ മരുന്ന് കൊടുക്കാറുണ്ടോ? ആക്ച്വലി ഡിനൈ ചെയ്യാൻ പറ്റത്തില്ല, എന്ന് വെച്ചാൽ കൊടുക്കാൻ നിർബന്ധിതരാവുകയാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ വന്നങ്ങ് ബഹളം തുടങ്ങും. പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീയെ ഇങ്ങനെ നമ്മൾ കൊണ്ട് റോഡ് മോശം ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. ഈ കുണ്ടും കുഴിയുള്ള റോഡിൽ കൂടി ഇങ്ങനെ കൊണ്ടുപോയിട്ട് സ്റ്റിച്ച് പൊട്ടില്ലേ? അപ്പൊ നമ്മളിങ്ങനെ പറയും, ഒരു റോഡിൽ കൂടെ വരുമ്പോഴത്തേക്ക് പൊട്ടുന്ന സ്റ്റിച്ചാണോ അത്? അങ്ങനെ അല്ല അത്. അപ്പൊ അവരെ നിങ്ങൾ കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ എക്സ്ക്യൂസുകളാണ്, പലതരം എക്സ്ക്യൂസ്, വിചിത്രമായ എക്സ്ക്യൂസുകളൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരാറുണ്ട്. അപ്പൊ അങ്ങനെയായിരിക്കും ചിലപ്പോൾ ഈ മിസ്കമ്മ്യൂണിക്കേഷൻ ഫോം ആയിട്ടുള്ളത്. അല്ലെങ്കിൽ പണ്ട് തൊട്ടേ ഉള്ള ഒരു നേച്ചർ, അതായത് ആ ഒരു മെത്തേഡ് പിന്നെ ഇപ്പോഴും ഫോളോ ചെയ്യുന്നതിൽ വന്ന ഒരു ഡിഫറൻസസ് ആയിരിക്കണം. സോ അപ്പൊ ഓരോരുത്തർക്കും ഓരോ എന്താ പറയാ ടെസ്റ്റിമോണിയലുണ്ട്, ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് പോസ്റ്റ്നേറ്റൽ കെയർ കൊടുക്കുക എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് നമുക്ക് പറയാനുള്ളത്. ഒരാൾക്ക് കൊടുക്കുന്ന അതേ അരിഷ്ടോ കഷായം അല്ല വേറൊരാൾക്ക് കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഓരോന്നിനും സ്പെസിഫിക് ഡോസ് ഉണ്ട്, ഓരോരുത്തർക്കും അത് വ്യത്യാസപ്പെട്ടിരിക്കും. സോ അൾട്ടിമേറ്റ്ലി വി വാണ്ട് മോംസ് ടു ബി എന്താ പറയാ ഫൈൻ, അറ്റ് കംഫർട്ട്. അതാ നേരത്തെ പറഞ്ഞ പോലെ ഫിസിക്കലി ആൻഡ് മെന്റലി ദേ ഷുഡ് ബി അറ്റ് പീസ്. ബിക്കോസ് ദേ ആർ ഗോയിങ് ത്രൂ ലോട്ട് ഓഫ് ട്രോമ. നമ്മൾ ഡെലിവറി ടൈമിലും കുറെ ട്രോമ, അത് കഴിഞ്ഞിട്ടുള്ള ട്രോമയാണ് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ട്രോമ. അപ്പൊ അവർക്ക് സമാധാനം കൊടുക്കുക, അവർക്ക് ബേസിക്കലി സമാധാനമാണ് കൊടുക്കേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എന്ത് തരം, ഇപ്പൊ മോഡേൺ മെഡിസിനിലാണെങ്കിലും ആയുർവേദത്തിലാണെങ്കിലും ഏത് രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണെങ്കിലും തന്നെ അൾട്ടിമേറ്റ്ലി അവരുടെ കംഫർട്ട് ആയിരിക്കണം നമ്മുടെ ടാർഗറ്റ് അല്ലെങ്കിൽ നമ്മുടെ മോട്ടീവ്. സോ ദാറ്റ് ഈസ് വാട്ട് വി എയിം ഫോർ ഓൾവേസ്. അതെ. സോ താങ്ക് യു.